വൈകിട്ടത്തെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ടേ ഞങ്ങളിങ്ങനെ ഫ്രീ ആയിട്ട് കായലിൻ്റെ അവിടെ ഇരിക്കുക. അപ്പോൾ ഉണ്ട് അവിടെ ചേട്ടന്മാർ ടോർച്ചും കൊണ്ടുവന്ന് മീനെ പിടിക്കാൻ വരുന്നു. പക്ഷേ ഇത് കണ്ടപ്പോൾ എത്ര അധികം മീനെ കിട്ടിയെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. ഒരു 2 ദിവസത്തെ കറി വയ്ക്കാനുള്ള മീനും കൊഞ്ചും ആൾ പിടിച്ചിട്ടുണ്ട്. സംഭവം ഒരു രക്ഷയില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അവരിങ്ങനെ തീറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആദ്യം അവരെ കെണി ഒരുക്കിയിട്ട് വേണം ഇത് കൊത്തി പിടിക്കാനായിട്ട്. അങ്ങനെ ആ ചേട്ടൻ ക്ഷമയോടെ മിക്ക സ്ഥലങ്ങളിലും ഈ കപ്പ ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വെള്ളം കെടുക്കുന്നതിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ഇപ്പോൾ ആൾ കുറച്ച് കപ്പകളൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളത്. അങ്ങനെ കുറച്ചൊക്കെ അവിടെ നിന്ന് കുത്തിപ്പിടിച്ച് ചെന്ന് നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ എന്തൊട്ടൊക്കെ മീനൊക്കെ ഉണ്ടെന്ന് നോക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മക്കളെ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. സത്യം പറഞ്ഞാൽ കരിമീനുണ്ട്, കൊഞ്ചുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ 2 കവറിലാണ്. അപ്പോൾ ഞാൻ വെച്ചു ഇത് എന്ത് ചെയ്യാൻ, വിൽക്കാനാണെന്ന് വെച്ചു. അല്ല വേണം, വിൽക്കാനല്ല, വീട്ടിലേക്ക് കറി വയ്ക്കാനെടുക്കും. ഇങ്ങനെ രാത്രി ടൈമിൽ ഇങ്ങനെ ഫ്രീ ഉള്ള ടൈമിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയും വീട്ടിലേക്കുള്ള കറികൾ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നമ്മുടെ കായലിൽ നിന്ന് കിട്ടുന്നില്ല. വലിയ കൊഞ്ചും വലിയ കരിമീനൊക്കെ ആ ചേട്ടനെ കിട്ടുന്നത്. അങ്ങനെ ആ ചേട്ടൻ ഒരു ദിവസത്തെ അല്ല 2 ദിവസത്തെ കറി വയ്ക്കാനുള്ള കരിമീനും കൊഞ്ചും ഉണ്ട്. ആളെ ഡ്യൂട്ടി കഴിഞ്ഞ് ആൾ പോവാട്ടെ. ചെറിയൊരു വീഡിയോ ആണ്, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.